തമിഴ്നാട്ടിൽ കൊണ്ടുവന്നായിരുന്നു 12:00 ഓ ഞാൻ കേറിക്കോട്ടെ. പെട്ടെന്ന് തരണേ. എന്റെ അപ്പൂപ്പനല്ലേ മരിച്ചത്, നിനക്ക് എന്തിനാണ് ഇത്ര വിഷമം ടെൻഷനും? നിന്റെ അപ്പൂപ്പൻ ചാവോ ചാകായിരിക്കും, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെ എടാ ഇന്ന് 1-ാം തീയതി ഒരെണ്ണം അടിക്കാൻ വേണ്ടിട്ട് തല വെട്ടിപ്പൊളക്കും അറിയോ? നീ ഇന്നലെ വിളിച്ചപ്പോ നീ അല്ലേ പറഞ്ഞ സാധനം അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ തന്നെ ഒരെണ്ണം കൊണ്ടുവരാന്ന് നീ അല്ലേ പറഞ്ഞു? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് 2 ഫുള്ള് ഞാൻ മേടിച്ചായിരുന്നു. അതപ്പോ ഈ ബാബുലൻസിന് അത് കയറി കഴിഞ്ഞപ്പോ ആരെങ്കിലും കാണുമല്ലോ എന്നോർത്ത് ഞാൻ എന്നായിരുന്നു ഈ മൊബൈൽ മോർച്ചയുടെ അടിയിൽ നിന്റെ അപ്പൂപ്പൻ കിടക്കുന്നതിന്റെ കീഴിലോട്ട് കയറ്റി അങ്ങ് വെച്ച്. നീ എന്തോ കുരുത്തക്കടാണ് കാണിച്ചത്. ഹോസ്പിറ്റലിൽ പോയായിരുന്നു അവിടെ? എല്ലാ കാര്യങ്ങളും ഞാൻ അവിടുന്ന് ചെയ്തിട്ടാ ഞങ്ങൾ ഈ സാധനം ഇങ്ങോട്ട് പോകുന്നത്. പുള്ളി അങ്ങനെ മരിച്ചെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ ചിരിച്ച് തല കറ്റിഞ്ഞ, അതുകൊണ്ടല്ലേ താമസിച്ചത്. അതെന്താ പറ്റിയത്? എടാ ശരിക്കും പറഞ്ഞ ഈ ഒച്ചില്ലേ ഒച്ച് പുള്ളിയെ ചതിച്ചാ. നീ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ അങ്ങനെ ഒച്ചല്ലെന്ന്. പിന്നെ എടാ ഒച്ച കിടന്ന് നിലത്തോട് കഴിഞ്ഞു പോകുന്ന ഒച്ചില്ലേ, അയ്യോ ഈ സാധനം പുള്ളി ചതിച്ചതാണ്. ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാത്ത ഒച്ചോ? അപ്പൊ എന്നറിയോ, ഈ പുള്ളിക്കാരൻ കുളിക്കാൻ കയറിയപ്പോ ഇവരുടെ ബാത്റൂമിൽ ടൈലിട്ടേക്കുമായിരുന്നു. ഈ ടൈലിന് വേണമെങ്കിൽ കൂടി ഒച്ച ഇങ്ങനെ പോവായിരുന്നു. ഈ പുള്ളി കണ്ടില്ല. പുള്ളി കയറി ചവിട്ടിയൊന്നും തെന്നി അടിച്ച് തലയടിച്ച് തേ കിടക്കുന്നു. നേരെ ഓർമ്മ പോയി കഴിഞ്ഞാൽ മരിക്കൂ. ഈ പുള്ളി ഇതിനകത്ത് കയറി എന്നുള്ള ഓർമ്മ അവരുടെ മക്കൾക്ക് ഇല്ലായിരുന്നു. അവര് മക്കള് മറന്നു പോയിട്ട് ഈ പുള്ളി അതിനകത്ത് കിടന്ന് മരിച്ചു പോയെന്ന്. ചവിട്ടി തുറക്കണ്ടേ ആരല്ലോ? ചവിട്ടി തുറന്ന് ഈ മരിച്ചു വീണ ആ വീഴ്ചയിൽ ഈ പുള്ളി ഷവറും പിടിച്ചോണ്ട് ഇങ്ങനെ കിടന്നത്. അവരോർത്ത് കിടന്ന് പാട്ട് പാടുമായിരിക്കും ഓർത്ത് കയറി അങ്ങ് പോകും. പിന്നെ രണ്ടാമത് ചവിട്ടി പൊടിച്ചപ്പോഴല്ലേ സംഘം ചേർന്ന് ഈ പുള്ളി മരിച്ചു കിടക്കുവാണെന്നുള്ളതല്ലേ. എന്റെ പൊന്നെ ആകെ ഒരു കാര്യം എനിക്ക് ഓർമ്മ അടിക്കാഞ്ഞിട്ട് നീ സമാധാനപ്പെടുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അകത്ത് ചെന്നിട്ട് അപ്പൊ പിന്നെ കുളിപ്പിക്കാനെന്ന് പറഞ്ഞ് ഞാൻ ബോഡി അകത്തോട്ട് കൊണ്ടുകൊണ്ടുവന്നു. ആ സമയത്ത് നീ അതിനകത്തുനിന്ന് ആ സാധനം എടുക്കും. എന്റെ അളിയ ഈ സാധനം ഞാൻ ആദ്യം ചെന്ന് പെർഫോം ചെയ്ത് കാണിച്ചു. അന്നേരം പുള്ളിയുടെ മൂത്ത മോൻ പറയാ ബാത്റൂമിൽ കിടന്ന് കുളിച്ചു മരിച്ച മനുഷ്യനല്ലേ പിന്നെന്തിനെ പിന്നെയും കുളിപ്പിക്കുന്നതെന്ന്. അടിക്കാൻ എന്തൊരു മാർഗം ഉണ്ടെങ്കിൽ പറയാം. പ്രസാദല്ലേ ഇന്നലെ ടാർപ്പ് കെട്ടാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫുൾ എടുത്ത് വെക്കണം, നമുക്ക് വൈകിട്ട് അടിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനൊന്ന് എവിടെ സാധനം സമാധാനം മറന്നു വീടല്ലടാ മിണ്ടാരിടാ. എന്നാ ചെയ്തു വിളിക്കാൻ എളുപ്പം അങ്ങനെ ഒന്ന്. ബെല്ലുണ്ട്. ഹലോ പ്രസാദേ, എവിടേക്കാ? നിന്നൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞ എന്ത് പറയാ, ഞാൻ വേറെ ആവശ്യത്തിന് പോയതല്ലേ, കോട്ടയത്താണെന്ന് പറഞ്ഞില്ലേ. ഇങ്ങോട്ട് എണ്ണിക്കടാ. അടിച്ച് പൂസായിട്ട് ഓർമ്മയില്ല. അത് ശരി, നീ ഇവിടെ വന്ന് അടിച്ചു മൂത്ത് കിടക്കുവാണ്. ഇന്നലെ മേടിച്ച ആ സാധനം ബാക്കി അടിച്ച സാധനം ഞാൻ ഇവിടെ വെച്ചെന്ന് ഓർക്കുന്നില്ലളിയാ. നാറി മര്യാദക്ക് പറഞ്ഞാൽ കൂപ്പിടിച്ചാൻ പോട്ടെ. ഞാൻ നീക്ക് ഇവിടെ നിൽക്കല്ലേ. എടാ ഇവിടെ ഒരു പട്ടണി കഞ്ഞി വെക്കാൻ പോലും ഒരു കുടം വെള്ളമില്ല. നിനക്കൊക്കെ അത് കോരി വെച്ചാലെന്നാടാ? വീട്ടിൽ പട്ടണിയാന്ന് ഓർത്താ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും പട്ടണിയാണ്. പട്ടണി കഞ്ഞി പോടാ അങ്ങോട്ട്. ഒരു കുടം വെള്ളം പോലും കോരുകയില്ല. ആ സാധനം ഇവിടെ വെച്ചെന്ന് ഓർത്ത് നോക്ക്. ചളിയ ഞാൻ ഇന്നലെ നീ പറഞ്ഞ പോലെ ജംഗ്ഷനിൽ ചെന്ന് ടർപ്പോള എടുത്ത് പഴുതെടുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ അളിയാ കിട്ടി സംഭവം. ഞാൻ ഇവിടെ വെച്ച ഏതോ ഒരു കുടത്തിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പച്ചെടി ഇരിക്കുന്ന കുടത്തിനകത്താന്ന് തോന്നുന്നു. എന്ത് മേടിക്കണം? ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചെവിക്കലിനടിക്കും എന്നെ. അതെ എല്ലാത്തിനും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു എനിക്കറിയാൻ മെനഞ്ഞിട്ട്. ഞങ്ങൾ ഇവിടെ ആണുങ്ങളില്ലേ? പിന്നെ നിങ്ങളൊന്ന് കോരി താടാ വെള്ളം. അകത്തോട്ട് കയറി ഒരു മരണവീട ഒരു എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ട് ഒന്ന് കരഞ്ഞ് അവിടെ നിന്ന് സാധനം കൊണ്ട് കയറ്റി വെച്ചല്ലേ കരഞ്ഞങ്ങോട്ട്. എന്റെ പൊന്നറിയാ കണ്ടായിരിക്കണ ഞാനെ കേട്ടാ. പയ്യെ വെള്ളം ഉണ്ടാക്കല്ലേ. കയ്യും കാലും കിടന്ന് നിറച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചാൽ മതി. വെള്ളം വേണ്ട. പിന്നിച്ചേക്കണേ അടിച്ചോ. എല്ലാരും ഇവിടെ നിൽക്കണോ? വരിക. ദർഭയുണ്ടോ? ദർഭ ഉണ്ടായിരുന്നു, അലസിപ്പോയി. എന്നത് എന്റെ ഭാര്യ ഗർഭം ഉണ്ടായിരുന്നു, അലസിപ്പോയായിരുന്നു. ഭാര്യയുടെ ഗർഭം അലസി പോയെന്നല്ലേ ചോദിച്ചേ? കർമ്മത്തിനുള്ള ദർഭയുണ്ടോന്ന്? ഈ വിരലിന്റെ തുമ്പത്തിരുന്ന സാധനം അത് യൂട്ടക്സ് അല്ലെന്ന്. ദർഭപ്പുല്ലില്ലേ? ദർഭപ്പുല്ല്. പുല്ലും പല്ലും ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യണ്ട, അപ്പുറത്ത് തൊഴുത്തി കച്ചി കാണും. ആ കച്ചി ഒപ്പിച്ചങ്ങ് റെഡിയാക്കി പോയി. നിങ്ങളുടെ അപ്പൂപ്പനല്ലേ, അല്ല പശു അല്ലല്ലോ കച്ചി കൊടുക്കാനായിട്ട്. ദർഭപ്പുല്ല് വേണം കേട്ടോ. പിന്നെ തലയ്ക്ക് മൂത്ത ആരെങ്കിലും വേണമല്ലോ. ആ പുള്ളിയാ മരിച്ചു കിടക്കുന്നത്. അതല്ലെന്ന്. പ്രായത്തിൽ മൂർത്തി ആരെങ്കിലും ഉണ്ടോ കർമ്മം ചെയ്യാനായിട്ട്? ചിറ്റപ്പനുണ്ട് ആണല്ലേ? അപ്പൊ ചിറ്റപ്പനെ വിളിച്ച് കർമ്മം ചെയ്യാനുള്ള ഏർപ്പാട് ശരിയാക്കണം കേട്ടോ. അതെ, നിങ്ങൾ എന്നെ കൈയും കെട്ടി പുറകിലോട്ട് ഇരിക്കുന്നേ. നീ ഒന്ന് ചോദിക്കട്ടെ, പറയട്ടെ. കുഴപ്പമില്ല, ഞങ്ങളോട് നീ വന്ന ഒരു കാര്യം പറയട്ടെ. കുഴപ്പമില്ല, നീ വാന്ന
പിന്നെ മമ്മൂട്ടിയോ തല താരനുണ്ടോ അല്ല ചൊറിച്ചിൽ അങ്ങോട്ട് ചോദിച്ചതാ ഇങ്ങനെ ഓരോ ചൊറിയുന്ന കളിയാണെന്ന് നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കർമ്മ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ റെഡിയാക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ട് എല്ലാം കർമ്മത്തിനുള്ള ആളെ റെഡിയാക്കി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നല്ലേ? ഒന്നാം തീയതി കൈ വറച്ചിട്ട് എങ്ങനെ കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷനടിച്ചിരിക്കും. താ പോവിടുന്ന്. ആയിക്കോട്ടെ ചെന്നാട്ടെ ഇങ്ങോട്ട്. ഒന്നാം തീയതിയാണെന്ന്. അപ്പം നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പ് കർമ്മത്തിന്റെ കാര്യം ആയിക്കോട്ടെ. ഓക്കെ ഞാൻ ഇങ്ങോട്ട് ചേരട്ടെ. ഇവിടെ ഇരുന്ന് അടിക്കരുത്. ഇവിടെ ഇരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ആരും കാണും. നീ വന്ന് ഇങ്ങോട്ട് പറ. വെള്ളം ഉണ്ടാക്കിയാൽ ഞങ്ങളുടെ ചിറ്റപ്പം കണ്ടു കഴിഞ്ഞാൽ എന്റെ ചെവിക്കലടിച്ചു പൊട്ടി. ഹലോ. ആ പെട്ടെന്നായിരുന്നല്ലോ. അതെ, ഈ പുള്ളിക്ക് കൊടുക്കണോ ഇനി? മരിപ്പൂട്ടിലുണ്ട്. ആ എന്നെ പണ്ട് ഒരുപാട് എടുത്തുകൊണ്ട് നടന്ന. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എടുക്കും. ആ കുഴിയിലോട്ട് ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ. ഈ പുള്ളിക്ക് കൊടുക്കണോ നമ്മള്? ഈ പുള്ളി കൊടുക്കണ്ടേ? ഞങ്ങളുടെ കുടുംബത്തിൽ പുള്ളി മദ്യപിക്കത്തില്ലെന്ന്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചെവിക്കലടിച്ചു പൊട്ടി. എനിക്കതാണ് ഉണ്ടല്ലേടാ. ഈ പട്ടികൾ ചുമ്മാ ഒന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് അല്ല, കുഴിയെടുക്കുന്ന എവിടാന്ന് നോക്കുവായിരുന്നു. കുഴിയെടുക്കാനേ. കുഴിയെടുക്കാനോ? നോക്കട്ടെ, കുഴി എടുക്കാനുള്ള കാനോടാ കുഴി. ഇതാണോ നിന്റെ കുഴി? അല്ല എത്ര ക്ലാസ് കുഴി എടുത്താ? അതല്ല, ഇന്നലെ മരണമൊക്കെ നടന്ന വീടല്ലേ, ഇപ്പൊ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിനക്കൊക്കെ ഉത്തരവാദിത്തമുള്ള സാധനം ഉണ്ടാ. ചിത്തപ്പനെ പ്രാന്ത് പഠിപ്പിക്കില്ലേ? നമ്മുടെ കൂടെ ചിത്തപ്പൻ വേണ്ട. ഒരു മരണം നടന്ന വീടല്ലേടാ? അല്ല, അവന് വണ്ടി ഓടിച്ചതിന്റെ ക്ഷീണം. ഈ മരിച്ചു കിടക്കുന്ന ആരാടാ? നമ്മുടെ ദൈവമല്ലേടാ? ഒരു ചെയ്യാൻ കൊള്ളാവോ? വേലാവർത്തിക്കരുത്. തെറ്റാണ് നീയൊക്കെ കാണിക്കുന്നത്. അടിച്ചതാ അടിച്ച്. നല്ല സാധനം വല്ല വാങ്ങിച്ചടിക്കടാ. മിലിറ്ററിയാ. രായപ്പൻ കൊണ്ടുവന്ന മിലിറ്ററിക്കാരൻ ഇന്നലെ. രായപ്പൻ നമ്മുടെ തെക്കോർത്ത്. വേഗം വന്നാ ആ എടുത്തു പറഞ്ഞില്ലല്ലോ. അറിയണമല്ലോ. ഒഴിച്ചേ ഒഴിച്ചേ. ഞങ്ങൾ കഴിക്കുന്നില്ല. നിങ്ങൾക്കല്ല, എനിക്ക്. ഒഴിക്കടാ. അലുമ്പുകൾ കാണിക്കല്ലേ മാന്യതായിട്ട്. നീ ആടാ എന്റെ ആയി തരണം. നീ ആടാ എന്റെ ഒക്കെ ഒരു ബഹുമാനം എന്ന് പറഞ്ഞ മിലിറ്ററി ആണ്. അതിർത്തി നിൽക്കണ ഒരു ഫീലുണ്ട്. പിന്നെ അലുമ്പുകളൊന്നും ഉണ്ടാക്കരുത്. ഇല്ല. രമ അറിയല്ലേ? ഏട്ടാ, ഓ ഏട്ടാ, ഇങ്ങോട്ട് വാ. എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. വരുവാ രമേ, വരുവാ. ആൾക്കാർ തിരക്കുന്നു, ഇങ്ങോട്ട് വാ. പിള്ളേരൊക്കെ പാടിപ്പോയി രമേ. അവിടെ പുള്ളി എത്ര അടിച്ചു കഴിഞ്ഞാലും വായിന്ന് ഇച്ചി പോകുന്ന ഒരു ബഹളം ഉണ്ടാകത്തില്ല. അല്ല, അത് ഞാൻ കരഞ്ഞ രമ അറിയല്ലേ? നീ ഒന്ന് ഈ പരിപാടി ഇവിടെ നടക്കുമല്ലോ. ഇവിടെ ഈ വരുന്നൊരു പുതിയ കൊടുക്കാനുള്ള സാധനം ഇതിനകത്ത് നടിക്കും. അത് കുറേ പറ. ഒരു കാര്യം ചെയ്യും, ഇച്ചിരി റിസ്ക് ആണ്. വെള്ളമില്ലല്ലോ, വെള്ളം വരും. നീ പോയി വെള്ളം മേടിച്ചോ. വെള്ളം മേടിക്കണം. ഒരു കാര്യം ചെയ്യ്, ആ കിണറിന്റെ ഫസ്റ്റ് തൊടിയുണ്ടല്ലോ, ആ തൊടിക്കകത്ത് ഇങ്ങനെ കവച്ച് നിൽക്കണം. ആരും വന്ന് അങ്ങോട്ട് നോക്കത്തില്ല. അതിനകത്ത് കുഞ്ഞിന്ന് ഒരെണ്ണം അടിക്കുന്നു, പെട്ടെന്ന് കയറുന്നു. ഓക്കെ. ചെയ്യാനായിട്ട് നമ്മുടെ അവസ്ഥ സൈഡ് കറക്റ്റ് പിടിക്കണം. പായലുണ്ട്. ഒരു പതുക്കെ ഇറങ്ങാം. ഇവന്മാരിത് ഇവിടെ പോയി. ഒന്നാം തീയതി 2 തന്നിട്ട് പോയോ? ഇനി ഒരെണ്ണം അടിക്കാനായിട്ട്. സുരേ, സുരേ, ഇതന്നാ കിണറിനകത്ത് കയറിയിരിക്കുന്നേ? മരണം വീടല്ലേ, കിണർ തേകിയേക്കാന്ന് വെച്ച് രാവിലെ ആണല്ലേ? ഉറങ്ങിയെടുത്തേ, ഉറങ്ങി. വെള്ളമില്ലെന്നേ. കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. 2 വരാലും കിടപ്പുണ്ടല്ലോ. ഉറങ്ങി. അതായത് ഈ സംഭവം എന്ന് വെച്ചാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമില്ല, അതുകൊണ്ടുള്ളൊരു പ്രശ്നം. വെള്ളമില്ലല്ലേ? എന്ത് ചെയ്യുമെന്ന് വെള്ളമില്ലെന്ന് മുടിയാനായിട്ട് ഒഴിയടാം. ഉറങ്ങി. കരിക്ക്. അപ്പൂപ്പന്റെ തലക്കായിരുന്നു. എന്നെ ഒഴിച്ച് കൊള്ളാം. കരിക്കൊഴിച്ചടിക്കണം. കരിക്കെന്ന് പേരേ ഉള്ളു, ഇതിനകത്തൊന്നും ഇല്ല. അപ്പൂപ്പനെല്ലാം വലിച്ചു കുടിച്ചോ. പിന്നെ
കർമ്മത്തിന് കുറച്ച് സാധനങ്ങൾ വേണം. എന്നാ സാധനം? ചന്ദനത്തിരി വേണം, ചന്ദനമുട്ടി വേണം, ചന്ദനം വേണം. ഇതിന് മാത്രം ചന്ദനം കെടുത്താൻ വേണ്ടി വീരപ്പനാണോ അതിനകത്ത് ചത്ത് കിടക്കുന്നത്? എനിക്കറിയാൻ ഇല്ല, ഇനി വന്നേ. കർമ്മത്തിനുള്ള സമയമാകുമ്പോ എല്ലാവരും കൃത്യമായിട്ട് കർമ്മം ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞു. അയ്യോ, അതിനെടുത്ത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെക്ക് പോലും കിട്ടാനുള്ള സാധ്യതയില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. 10 വർഷപ്പോഴൊക്കെ അല്ലേ വർഷോപ്പോ വർക്ക് കിടക്കല്ലേ? അത് വെച്ച് നോക്കുമ്പോ ഞാൻ സൈറ്റിൽ കാണും. സൈറ്റിൽ കാണും. വരുമ്പോഴൊന്നും ഉണ്ടാക്കും. എന്താടാ ഒരു പരിങ്ങല്? ഇല്ല അമ്മ, ഞങ്ങളത് ഇതുകൊണ്ട് ഇത്ര കാര്യമല്ലേ ഉള്ളൂ. ഇതങ്ങ് കളഞ്ഞേക്കാന്ന് വെച്ചു. ഇതിപ്പോ കളയുവാണെങ്കിൽ സമാധാനമാവൂല്ലോ. കളഞ്ഞേക്കത് കളയാൻ തീരുമാനിച്ചോ? കളയാൻ തീരുമാനിച്ചത്. കളയാൻ തീരുമാനിച്ചു. ഏറ്റവും പറഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഇത് മോശമല്ലേ മരണം. ഇതിലോട്ട് കളാ, ഇതിലോട്ട് കളാ. അല്ല ഞങ്ങൾ ഇങ്ങനെ കളഞ്ഞേക്കാം. അല്ല ഇതിലോട്ട് കളാ. ഒഴിയടാ അങ്ങോട്ട്. എല്ലാം കൊണ്ട് കളഞ്ഞല്ലടാ നീ. നമ്മ ഒന്നാമത്തെ കാര്യം സാധനമല്ല, ഇതുകൊണ്ട് ഇത്ര സാധനമുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കിടന്നു. സമാധാനപ്പെടും. ഗൂഗിൾ പേയിൽ ഗൂഗിൾ പേയില് ഗൂഗിൾ പേ ഉണ്ട്. അതിനൊക്കെ ഇട്ട് തരാം പൈസ. സാധനം ഇടാ, പോടാ പോടാ. സാധനം ഇടാ. ചായപ്പന്നെ കാണൂല. ഞാൻ കാണിച്ചു. പിന്നെ കുറച്ചും കൂടെ വിളി. അത് കഴിഞ്ഞിട്ട് വിളി. അരുമ്പുകൾ നമ്മൾ മാനിയായിട്ട് വേണം. ഏത് നേരത്തോണം പിന്നെ നല്ലോണം നിൽക്കണം. ആൾക്കാരെ കൊണ്ട് പറഞ്ഞു ഉറപ്പിക്കില്ല. ഇത് പാത്തോടില്ല കേട്ടാ. ആയിക്കോട്ടെ. മാനിയായിട്ട് നിൽക്കണം. നമ്മൾ വേറെ അലിമ്പുകളൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഡീസന്റ് മനുഷ്യനാണ്. രണ്ട് രാവിലെ പോയത്. അത് കുഴപ്പമില്ല. എന്നാണ് ഇവിടെ ബഹളം? ആരാ ഈ പുള്ളി ഇതെല്ലാം കൂടെ കരഞ്ഞ് ഓവറാക്കുന്നു എനിക്ക് തോന്നുന്നു. പുള്ളി ഓവർ സീറല്ല, ഇച്ചിരി ഓവർ ആകും. അണ്ടാ മൊബൈൽ മോടിച്ചിട്ട് വലിച്ചു പൊളിക്കുന്നതാ. ശവത്തിന് കൊടുക്കുന്നു. ഓ, ഈ വൃത്തികെട്ടവൻ കാരണം ഒരു സമാധാനമില്ലോ. ഈ പുള്ളിയെ കൊണ്ട് തോറ്റില്ല. രമ അറിയല്ലേ? അരി നടക്കട്ടെ. എന്താണ് ഇത് നടക്കുന്ന പരിപാടിയല്ല? 1-ാം തീയതി ഒരു ശകലം പോലും സാധനം ഒടിച്ചിട്ടില്ല. അതറിയോ? തന്നെ അടിച്ചിട്ടുള്ളൂ. 3-ാമതൊരു പെക്ക് കൂടെ ഇരിക്കൊണ്ടെങ്കിൽ വെച്ചേക്കണേ. തീർന്നു വെച്ചേക്കണേ. അയ്യോ, ഇന്ന് 1-ാം തീയതിയാണ്. മുഖമാണോ കാണിച്ചു വെക്കുന്നത്? ഇതൊന്നും മനുഷ്യ വണ്ടിക്കൂലിക്ക് വെച്ചിരുന്ന കാശ് കൊടുത്ത് കള്ളു കുടിച്ചിട്ട് എടാ നീയൊക്കെയാണല്ലോ ഇങ്ങനെ കുടിപ്പിച്ചു മരണം നടന്ന വീട്ടിലേക്ക്. അയ്യോ എടാ നിന്നോടൊക്കെ ആരെങ്കിലും പറഞ്ഞോ ഈ പേട്ടാവളി എന്നെ കള്ളു കുടിപ്പിക്കാൻ? ഞങ്ങൾ കൊടുത്തതല്ല, മേടിച്ച് കുടിച്ചതാ. മരണം നടന്ന വീട്ടിലേക്ക്. ഞാനാണ് അപ്പൂപ്പനെ കൊന്നേ. ആവശ്യമില്ലാത്ത പാടി കുടിച്ചിട്ടുള്ളൂ. ഈ കണ്ട ബഹളം എല്ലാം കൂടെ എടുത്തുണ്ടാക്കി. ഇവർക്ക് ഭ്രാന്താണ്. ആവശ്യമില്ല ഒന്നും ചെയ്ത്. മറ്റേ നേരത്തെ സാധനം തീർന്ന് വീഡിയോ കഞ്ചാവൂല്ലോ. എനിക്കിത് മയക്കുമരുന്നിൽ തരാവൂടാ. എന്താണ് ഈ പുള്ളി പറയുന്നത്? എനിക്കൊന്നും ആയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ മാമ നിങ്ങളൊന്ന് എന്റെ പൊന്നണി അറിയ സാധനം കിട്ടി. ഇവിടെ വെച്ചേ നീ ഇപ്പൊ കാത്തെടുക്കുന്നു. ക്ലാസ് എത്തി. ഇനി ഒരു കേസ് വരും. ഒരു മനുഷ്യന് കൊടുക്കരുത്. ഉമ്മരൊക്കെ അടിച്ച് പൊട്ടം മുട്ടി നിൽക്കുക. ഇനിയിപ്പോ നമുക്ക് അടിച്ചിട്ട് വാക്കണം കൊടുത്താൽ എന്റെ ചിറ്റപ്പ ഉള്ള സ്നേഹം കളയുന്ന ചിറ്റപ്പ. ഞങ്ങൾ 4 ദിവസമായി ശകലം നാക്കെ തൊട്ടിട്ട് ദൈവത്തോട് ഞങ്ങൾ അടിച്ചിട്ട് മാറി ഇരിക്കാവോ? ബാക്കി ഉണ്ടല്ലേ തരത്തുള്ളൂ. പൈസ കൊടുത്ത എനിക്കില്ലടാ. പൈസ കൊടുത്തെന്നുള്ളതല്ല, ഇനി ഞങ്ങൾ അടിച്ച് ഞങ്ങളൊരു വരുവായാലും ചേട്ടൻ ചിറ്റപ്പൻ ഉണ്ടെങ്കിൽ അടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ? ശരി, ഞാൻ അടിക്കുന്നില്ല. നിങ്ങൾ അടിച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി. എന്താ പരിപാടിയാണ് കാണിച്ചത്? ഒരു കുഴി എടുക്കണമായിരുന്നു. ഒരു കുഴിയല്ല, 2 കുഴി എടുക്കും. അതെന്തിനാ 2 പേട്ട് കളവനും പിന്നെ ഇവന്റെ ഈ നാറിയ ചിറ്റപ്പനും.